എല്ലാ കാഴ്ചകളും സുന്ദരമാകണമെന്നില്ല. നമ്മൾ എങ്ങനെയാണോ ആ കാഴ്ച കാണാൻ ശ്രമിച്ചത്, അവിടെയാണ് അതിന്റെ യഥാർത്ഥ സൗന്ദര്യം. ചില കാര്യങ്ങൾ വിലയുള്ളതായി തോന്നുന്നത് രണ്ട് ഘട്ടങ്ങളിൽ മാത്രമാണ്. ഒന്നുകിൽ അത് ലഭിക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ അത് നഷ്ടപ്പെടുമ്പോൾ. നമ്മളെ വേദനിപ്പിക്കുന്നവരോട് നമ്മൾ മറുപടി കൊടുക്കാൻ നിന്നാൽ നമുക്കതിനേ സമയമുണ്ടാകൂ. അവർക്കുള്ള മറുപടി കാലം കരുതി വെച്ചിട്ടുണ്ട്. അത് കാണാൻ ക്ഷമയോടെ കാത്തിരിക്കുക. ഒരാളെ കുറ്റപ്പെടുത്തുമ്പോൾ അയാളുടെ അവസ്ഥ കൂടെ മനസ്സിലാക്കണം. സത്യം എന്തെന്നറിയാതെ നമ്മൾ പറയുന്ന ഓരോ വാക്കും കേൾക്കുന്നവരുടെ ചങ്കുപൊട്ടുന്ന വേദനയാണ് എന്നുകൂടി മനസ്സിലാക്കണം. സ്വന്തം തെറ്റുകളെ ശരിയായി സ്ഥാപിക്കാൻ ഏതറ്റം വരെയും പോകുന്നവരുണ്ട്. ഒരുപക്ഷെ അവർക്കതിൽ വിജയിക്കാൻ കഴിയും. അങ്ങനെ നേടുന്ന ശരികൾക്കും വിജയങ്ങൾക്കും പിന്നിൽ നിഷ്കളങ്കരായ മനുഷ്യരുടെ കണ്ണീരുണ്ടാകും. ഒന്ന് ക്ഷമിക്കാൻ കഴിയാതെ നേടിയെടുക്കുന്നതൊന്നും പിന്നീടുള്ള ജീവിതത്തിൽ സമാധാനം നൽകിയെന്ന് വരില്ല. നമ്മളെ വേദനിപ്പിക്കുന്നവരോടുള്ള പ്രതികാരം കാലത്തിന് വിടുക. നമ്മൾ മറന്നാലും കാലം അത് ഭംഗിയായി നിർവഹിക്കുന്നതിന് സാക്ഷികളാകാം. നാവുകൊണ്ട് സ്നേഹം അഭിനയിക്കുന്നവർക്കാണ് ജീവിതത്തിൽ വിജയം. ഹൃദയം കൊണ്ട് സ്നേഹിക്കുന്നവർക്ക് വൻ പരാജയവും. നമുക്കാരുമില്ല എന്നോർത്ത് ദുഃഖിക്കുന്നതിലും നല്ലത് നമ്മൾ ആർക്കും ഭാരമാകുന്നില്ല എന്നോർത്ത് സന്തോഷിക്കുന്നതല്ലേ. ലാഭം മാത്രം നോക്കി ബന്ധങ്ങൾ നിലനിർത്തുന്ന ഈ ലോകത്ത് നഷ്ടം എത്ര വന്നാലും എന്നും കൈവിടാതെ മുറുകെ പിടിക്കുന്ന ചിലരുണ്ടാകും നമ്മളോടൊപ്പം. നമ്മെ വിശ്വസിക്കുന്നവരോട് ഒരിക്കലും കള്ളം പറയരുത്. നമ്മോട് കള്ളം പറയുന്ന ആരെയും ഒരിക്കലും നമ്മൾ വിശ്വസിക്കരുത്. കണ്ണിൽ കണ്ട കാഴ്ചകളും കാതിൽ കേട്ട വാക്കുകളും മറന്നേക്കാം. പക്ഷേ കണ്ണു നിറച്ചവരെയും കണ്ണുനീർ തുടച്ചവരെയും ഒരിക്കലും മറക്കരുത്. എപ്പോഴും വേദനിക്കുന്ന ഹൃദയം പെട്ടെന്നൊന്നും തകരില്ല. എല്ലാ ദുഃഖങ്ങളെയും അതിജീവിക്കാൻ അത് കരുത്ത് നേടിയിരിക്കും. അതുകൊണ്ടാണ് ജീവിതത്തിൽ ഒരുപാട് വേദനകൾ ഉണ്ടായിട്ടും ഒരുപാട് പേർ ഇന്നും പുഞ്ചിരിയോടെ ജീവിക്കുന്നത്. ഒരാളോട് ക്ഷമിക്കുന്നത് നിങ്ങളുടെ നല്ല മനസ്സാണ്. പക്ഷേ അയാളെ വീണ്ടും വിശ്വസിക്കുന്നത് നിങ്ങളുടെ മണ്ടത്തരമാണ്. ആവശ്യങ്ങൾക്കായുള്ള സ്നേഹം അത് നേടിയെടുക്കുന്നതിലൂടെ തീരും. സഹതാപം കൊണ്ടുള്ള സ്നേഹം സാഹചര്യങ്ങൾ മാറുന്നതോടെ തീരും. സ്വന്തമാക്കാനുള്ള സ്നേഹം അത് ലഭിക്കുന്നതിലൂടെ തീരും. എന്നാൽ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാത്ത സ്നേഹം ജീവിത അവസാനം വരെ നിലനിൽക്കും. ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നതിനേക്കാൾ അതിനോട് നാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നതും അതിൽ നിന്നും നാം എന്ത് പാഠം പഠിക്കുന്നു എന്നതുമാണ് പ്രധാനം. മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ മാറാൻ തുടങ്ങുമ്പോഴാണ് നിങ്ങളുടെ ഇഷ്ടങ്ങളും സ്വപ്നങ്ങളും ഓർമ്മയാവാൻ തുടങ്ങുന്നത്. തീരത്തിന്റെ കാഴ്ച നഷ്ടപ്പെടുത്താൻ ധൈര്യമുണ്ടാകുന്നതുവരെ നിങ്ങൾക്ക് കടൽ നീന്തി മറികടക്കാൻ കഴിയില്ല. നഖങ്ങൾ വളർന്നു വരുമ്പോൾ നമ്മൾ നഖങ്ങളെയാണ് വെട്ടിക്കളയുന്നത്, വിരലുകളെയല്ല. അതുപോലെയാണ് ബന്ധങ്ങളിൽ തെറ്റിദ്ധാരണ വളരുമ്പോൾ ഈഗോയെയാണ് ഇല്ലാതാക്കേണ്ടത്, ബന്ധങ്ങളെയല്ല. ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം പ്രവർത്തിക്കാനുള്ള തീരുമാനം എടുക്കലാണ്. ബാക്കിയുള്ളത് അതിൽ ഉറച്ചു നിൽക്കാനുള്ള നിർബന്ധ ബുദ്ധി മാത്രമാണ്. വിജയം കൈവരിക്കുമ്പോൾ മഹത്വം ഉണ്ടാകണമെന്നില്ല. സ്ഥിരതയാണ് പ്രധാനം. നിരന്തരമായ കഠിനാധ്വാനം വിജയത്തിലേക്ക് നയിക്കുന്നു. മഹത്വം പിന്നാലെ വരുന്നതാണ്. ആദ്യം നിങ്ങളെ അവർ അവഗണിക്കും, പിന്നെ പരിഗണിക്കും, പിന്നെ പുച്ഛിക്കും, പിന്നെ ആക്രമിക്കും. എന്നിട്ടായിരിക്കും നിങ്ങളുടെ വിജയം അംഗീകരിക്കുന്നത്. ഒരു സ്ത്രീ നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നതിന്റെ പ്രധാന തെളിവ് നിങ്ങളെ എപ്പോഴും വിലമതിക്കും എന്നതാണ്. മൗനമായി നിൽക്കുന്നു എന്നതിന്റെ അർത്ഥം നിങ്ങൾക്കൊന്നും പറയാനില്ല എന്നല്ല. നിങ്ങളുടെ ആശയങ്ങൾക്ക് മറ്റുള്ളവർ ചെവി തരുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ല എന്നാണ്. സ്നേഹത്തിന് ഒരു മറുവശം കൂടിയുണ്ട്. ആർക്കത് അമിതമായി നൽകുന്നുവോ അവരാൽ തന്നെ നമ്മൾ അവഗണിക്കപ്പെടും എന്നത്. ചിലരുടെ പെട്ടെന്നുള്ള മാറ്റം നമ്മെ വേദനിപ്പിക്കും. പക്ഷേ അത് മാറ്റമല്ല. അത്രയും നാൾ അവർ അണിഞ്ഞിരുന്ന മുഖമുടി അഴിഞ്ഞു വീണ് തനിനിറം പുറത്തു വന്നതാണെന്ന് നമ്മൾ തിരിച്ചറിയണം.
നിങ്ങളെ ആരെങ്കിലും ഉപേക്ഷിച്ചു പോയാൽ ഒന്നോർക്കുക, അതിലും നല്ല ഒരാൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നുണ്ട്. ആഗ്രഹത്തിനെതിരെ പോരാടുന്നത് ബുദ്ധിമുട്ടാണ്, എന്നാൽ അതിന് സാധിക്കുന്നത് യുക്തിയുള്ള ഒരു വ്യക്തിക്ക് മാത്രമാണ്. നല്ല ഉപദേശങ്ങൾ നൽകുന്നത് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിസന്ധികൾ അനുഭവിച്ചവർ ആയിരിക്കും. നിങ്ങൾ മറ്റുള്ളവരെ അളക്കാൻ ഉപയോഗിക്കുന്ന അതേ അളവുകോൽ കൊണ്ട് തന്നെ മറ്റുള്ളവർ നിങ്ങളെയും അളക്കുമെന്ന് ഓർക്കുക. എപ്പോഴും എല്ലാവർക്കും നന്മ മാത്രം ചെയ്യുക. ജീവിതം ചിലപ്പോൾ കരയിലേക്ക് അടിച്ചു കയറുന്ന കടൽ തിരമാല പോലെയാണ്. ചിലപ്പോൾ ചിരിപ്പിക്കും, ചിലപ്പോൾ വേദനിപ്പിക്കും, മറ്റു ചിലപ്പോൾ നമ്മെ ഒരുപാട് ചിന്തിപ്പിക്കും. ചില സമയങ്ങളിൽ ദൈവം മനഃപൂർവ്വം നമ്മെ ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിൽ എത്തിക്കുന്നു. അതുവഴി നമ്മൾ അന്ധമായി വിശ്വസിക്കുന്ന ആളുകളുടെ മുഖത്തെ മുഖമുടി കാണാൻ കഴിയും. പുഴകൾ ഒരിക്കലും പുറകോട്ട് ഒഴുകുകയില്ല. അതുപോലെ ഭൂതകാലം മറന്ന് നിങ്ങളുടെ ഭാവിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നേരിടേണ്ടി വരുന്ന സാഹചര്യങ്ങളെ ഓർത്ത് പിന്മാറിയവരല്ല, സ്വന്തം കഴിവുകളിൽ വിശ്വാസമുള്ളവരാണ് ജീവിതത്തിൽ സ്വപ്നങ്ങൾ സ്വന്തമാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഒരാളുടെ മനസ്സറിയണമെങ്കിൽ അവരുടെ വാക്കുകൾ ശ്രദ്ധിക്കുക. അവരുടെ ഹൃദയം അറിയണമെങ്കിൽ പ്രവൃത്തികൾ ശ്രദ്ധിക്കുക. എതിരാളിയെ വില കുറച്ച് കാണുന്നതിനേക്കാൾ വലിയ അപകടമൊന്നുമില്ല. ഭയം നിങ്ങളെ തളർത്തുന്നില്ലെന്ന് ഉറപ്പുവരുത്തുക. പൂക്കളുടെ സുഗന്ധം കാറ്റിന്റെ ദിശയിൽ മാത്രം പടരുന്നു, എന്നാൽ ഒരു വ്യക്തിയുടെ നന്മ എല്ലാ ദിശകളിലേക്കും വ്യാപിക്കുന്നു. ഇപ്പോൾ നമ്മൾ അഭിമുഖീകരിക്കുന്നത് എന്തുമാവട്ടെ, ഒരു ദിവസം അത് കടന്നുപോകും. ക്ഷമയോടെ കാത്തിരുന്നാൽ തീർച്ചയായും ഒരു ദിവസം മനസ്സും ശരീരവും സമാധാനത്തിൽ എത്തിച്ചേരും. ഗുണപരമായ ചിന്ത സന്തോഷം വർദ്ധിപ്പിക്കും. ദുഷ്ടചിന്തകൾ മനസ്സിന്റെയും ശരീരത്തിന്റെയും ആരോഗ്യം ക്ഷയിപ്പിക്കുക തന്നെ ചെയ്യും. കോപത്തിലും സ്നേഹത്തിലും അതിര് കവിയരുത്. ശത്രു ഒരു നാൾ മിത്രമാവും, മിത്രം ഒരു നാൾ ശത്രുവും ആയേക്കാം. ഒറ്റയ്ക്കിരിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ ചിന്തകൾ പഴയ ഓർമ്മകളിലേക്ക് പോയേക്കാം. എന്നാൽ നിങ്ങൾ ഒരിക്കലും ഭൂതകാലത്തിൽ കുടുങ്ങിപ്പോകരുത്.